രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. രക്തവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. രക്തവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്. മഹത്വത്തിനും സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായവൻ. മഹത്വത്തിനും സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായവൻ. യഹൂദാ ഗോത്രത്തിൻ സിംഹമായവൻ, രാജാധിരാജൻ, കർത്താധികർത്തൻ. യഹൂദാ ഗോത്രത്തിൻ സിംഹമായവൻ, രാജാധിരാജൻ, കർത്താധികർത്തൻ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാം. താഴ്വരയെക്കുറിച്ചാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. താഴ്വരകൾ നാം ഏലാ താഴ്വരയെക്കുറിച്ച് ചിന്തിച്ചു, നാം സോരിക് താഴ്വരയെക്കുറിച്ച് ചിന്തിച്ചു, സിദ്ദീൻ താഴ്വരയെക്കുറിച്ച് ചിന്തിച്ചു, ആഖോർ താഴ്വരയെക്കുറിച്ച് ചിന്തിച്ചു. സിദ്ദീൻ താഴ്വര സെൽഫിനെ കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. സെൽഫ്, സ്വയം. സിദ്ദീൻ താഴ്വര സെൽഫ്, സ്വയം, ഇഗോ. ആഖോർ താഴ്വര സിൽവർ, പണം, ധനം, സ്വത്ത്. സോരിക് താഴ്വര സെക്സ്, ലൈംഗികത്വം. ഏലാ താഴ്വര ശത്രുവിൻ്റെ മേൽ ജയം കൊള്ളുന്ന താഴ്വര. ഈ 4 താഴ്വരയെക്കുറിച്ചാണ് നാം ഇതുവരെയും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. തുടർച്ചയായി ചില കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. യെഹെസ്കേൽ 37-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ദൈവത്തിന് സ്തോത്രം. താഴ്വരയിലേക്ക് എന്നെ നടത്തി. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, താഴ്വരയിലേക്ക് എന്നെ നടത്തി. താഴ്വര, ആ താഴ്വര ദൈവം നടത്തിയത് വളരെ പ്രകടമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം വളരെ വ്യക്തമായ ചില ഉദ്ദേശങ്ങളോടുകൂടിയാണ്. ദൈവദാസനായ യെഹെസ്കേലിനെ, പ്രവാചകനും പുരോഹിതനുമായ യെഹെസ്കേലിനെ ദൈവം താഴ്വരയിലേക്ക് നടത്തി. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വന്നു പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നു. സ്നേഹിതരെ, നിങ്ങൾ കേൾക്കൂ. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരണം. ഈ അഗ്നിയാലുള്ള അഭിഷേകം
അത് ഇന്ന് നിങ്ങളുടെ തലമേൽ ഇറങ്ങണം. അഗ്നിയാലുള്ള അഭിഷേകം, തീയുടെ അഭിഷേകം. കേട്ടുപോയാൽ പോരാ, ഇത് അനുഭവിക്കണം. തീയുടെ അഭിഷേകം. യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ഒന്നുകൂടെ വായിക്കൂ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു. ദൈവത്തിൻ്റെ കൈ വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പുറപ്പെടുവിച്ചാൽ അത്യന്തം മനോഹരമായിരിക്കും. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ദൈവത്തിൻ്റെ കൈ നിങ്ങൾ നടത്തണം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ നടത്തണം. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരണം. ആ അനുഭവം നിങ്ങൾ പ്രാപിക്കണം. അതിന് നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഒരു എളിയ മനസ്സ് മാത്രം മതി. കർത്താവേ, എന്നെ നീ നയിക്കണമേ എന്ന്, എന്നെ നടത്തണമേ എന്ന്. സമ്മതമാണ് കർത്താവേ, എന്നെ നിനക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ കൈകളിലേക്ക് ജീവിതം കൊടുത്ത് എന്നെ നിനക്ക് തന്നിരിക്കുന്നു പറയുമ്പോൾ ആത്മാവ് നമ്മെ പിടിച്ചുകൊണ്ടു പോകും. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്കിനി സ്വന്തം പരിപാടി ഇല്ല കർത്താവേ, എൻ്റെ പരിപാടികളെല്ലാം തീർന്നു, തകർന്നു, എല്ലാം തീർന്നു. എനിക്കിനി സ്വന്തമായൊരു പ്ലാനില്ല, പദ്ധതിയില്ല. ആകെയുള്ളത് ദൈവത്തിൻ്റെ സ്നേഹം പ്രകീർത്തിക്കുക എന്നുള്ളത് മാത്രം. ആകെയുള്ളത് എൻ്റെ യേശുവിനെ സ്തുതിക്കുക എന്നുള്ളത് മാത്രം. ആകെയുള്ളത് രക്തം തന്ന് എന്നെ വീണ്ടെടുത്ത എൻ്റെ നാഥനെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുക എന്നുള്ളത് മാത്രം. ആകെയുള്ളത് എൻ്റെ രക്ഷകൻ്റെ നന്മകൾ വർണ്ണിക്കുക എന്നുള്ളത് മാത്രം. ആകെയുള്ളത് എൻ്റെ രക്ഷകനായ യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മാത്രം. വേറെ ലക്ഷ്യമില്ല. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പിടിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾ പിടിച്ച് നിങ്ങൾ നടത്താൻ തുടങ്ങും. ഞാൻ പറയാറുണ്ടല്ലോ, പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് എഴുതിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരത്തിൽ പിടിച്ച് നിങ്ങൾ എഴുതിക്കും. ഓർമ്മ കിട്ടാത്ത കാര്യങ്ങളോ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മ തരും. സ്തോത്രം. ഇതെല്ലാം അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവർ, ചുമ്മാ പറയുന്ന വാക്കുകളല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോ സമയത്ത് നടത്തും, അത്ഭുതമായി നടത്തും. നാം പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് ആത്മാവ് നടത്തുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അപ്രതീക്ഷിതമായ രീതിയിൽ, അവിചാരിതമായ രീതിയിലാണ് കാര്യങ്ങൾ വന്നു ചേരുന്നത്. ദൈവത്തിന് സ്തോത്രം. വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹം കഴിയാത്ത ആൺകുട്ടികൾ, അവർ ദൈവത്തിൻ്റെ ആത്മാവരിൽ നിറയുമ്പോൾ, ആത്മാവിൻ്റെ ശക്തി അവരിലേക്ക് വരുമ്പോൾ, ആത്മാവിൻ്റെ കൃപ അവർക്ക് ലഭിക്കുമ്പോൾ, ആത്മാവ് അവരിൽ പ്രവർത്തിക്കുമ്പോൾ, അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിൽ എനിക്കൊരു തുണയെ നീ തരുമ്പോൾ അത് ക്രിസ്തുവിനറിയുന്ന ഒരാളായിരിക്കണമെന്ന്, ക്രിസ്തുവിനറിയുന്ന ഒരാളായിരിക്കണമെന്ന്. ആ പ്രാർത്ഥനയോടുകൂടി ആ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ ദൈവത്തിൻ്റെ ആത്മാവ് വരും. എങ്ങനെയെന്ന് അറിഞ്ഞില്ല, അതിന് പറ്റിയ വിധത്തിലുള്ളതായ കാര്യങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ശരിയായിക്കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. എല്ലാം അത്ഭുതങ്ങളാണ്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. താഴ്വരയുടെ നടുവിലേക്ക് കൊണ്ടുപോയി നിർത്തി. പ്രവാചകനെ താഴ്വരയുടെ നടുവിലേക്ക് കൊണ്ടുപോയി നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയാണ്. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അസ്ഥികൾ. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഈ അസ്ഥികളുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. എത്രയും അധികം അസ്ഥികൾ ഇങ്ങനെ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. ഏറ്റവും ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര. ഇന്ന് അനേകരുടെ ഹൃദയം ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര പോലെ ഇരിക്കുകയാണ്. ഉണങ്ങിയിരിക്കുന്നു, വരണ്ടിരിക്കുന്നു, വരൾച്ച ബാധിച്ചിരിക്കുന്നു, നനവില്ല, ആർദ്രതയില്ല, കരുണയില്ല, സ്നേഹമില്ല, പരസ്പരം ഒരു സൗഹൃദമില്ല. ഇന്ന് വരണ്ടിരിക്കുന്നു. വരണ്ട അസ്ഥികൾ. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങിപ്പോയി, ഉണങ്ങിയ അസ്ഥികൾ. ആ അസ്ഥികൾ ഇങ്ങനെ ചിതറി കിടക്കുന്നു. അസ്ഥികൾ ചിതറി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഏതാണ്ട് ഒരു അറപ്പ് പോലെ തോന്നും. കുറേയേറെ അസ്ഥിക്കൂട്ടങ്ങളിൽ ഉണങ്ങിയ അസ്ഥികൾ കിടക്കുന്നു. ഒരു പ്രയാസമാണ് അതിനിടയിൽ കൂടി നടക്കുന്നത്. പക്ഷേ ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ അതിൻ്റെ ഇടയിൽ കൂടി നടക്കുക എന്ന് പറഞ്ഞു. ഇടയിൽ കൂടി നടക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം കൽപ്പിച്ചാൽ നിവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. ഇന്ന് നിങ്ങൾ പലരും ഉണങ്ങിയ അസ്ഥികൾ പോലെയാണ്. ഉണങ്ങിയ ജീവിതമാണ്. സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്, സ്നേഹം കിട്ടുന്നില്ല. ഭർത്താവിൻ്റെ ഒരു നല്ല വാക്ക് കേൾക്കാൻ കൊതിക്കുന്നുണ്ട്, പക്ഷേ ആ സ്നേഹം കിട്ടുന്നില്ല. ഭാര്യയുടെ മധുര ശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. ദാഹിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. മാതാപിതാക്കളിൽ നിന്ന് വാത്സല്യം കിട്ടാൻ ആഗ്രഹിക്കുന്നു, കിട്ടുന്നില്ല. മക്കളിൽ നിന്നൊരു ആദരവോ ബഹുമാനമോ സ്നേഹമോ അനുസരണമോ കിട്ടാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. പ്രതീക്ഷിക്കുന്ന നന്മകൾ കിട്ടാതെ വലഞ്ഞ് ഉണങ്ങി വരണ്ടിരിക്കുകയാണ് നമ്മൾ അനേകരും. പരീക്ഷ എഴുതാൻ തുടങ്ങി, പല പരീക്ഷകൾ എഴുതി, വീണ്ടും എഴുതി, പല IELTS എഴുതി, എല്ലാം എഴുതി, പക്ഷേ ജയിക്കുന്നില്ല. എന്തു ചെയ്യും? ഉണങ്ങിപ്പോയി, പ്രതീക്ഷ നശിച്ചുപോയി. 7 പ്രാവശ്യം പരീക്ഷ എഴുതിയ ഒരു കുട്ടി എന്നെ വിളിച്ചു. IELTS എഴുതി, സാറേ തോറ്റു, ഇത്തവണയും തോറ്റു. നിരാശയോടെ പറഞ്ഞത്, ഫോൺ കൂടിയാണ് പറഞ്ഞത്, നിരാശയോടെ പറഞ്ഞത്. കുട്ടി ഏതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ.
നിരാശയോടെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യുക, നീ തളരരുത്, നിൻ്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുക, കർത്താവിനെ സമർപ്പിക്കുക. കർത്താവ് നിൻ്റെ ഇഷ്ടം. പരീക്ഷ പാസ്സാകണ്ടേ? വേണ്ട. പരീക്ഷ പാസ്സാകണമോ? പാസ്സാകാം. നിൻ്റെ ഇഷ്ടം. മോളെ നീ അങ്ങനെ സമർപ്പിക്കാൻ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, നീ ഈ സമർപ്പണത്തോടുകൂടി മനസ്സിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ ആയുസിൽ നീ ഒരു പാവവും വരില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് നീ പരീക്ഷ എഴുതാൻ പോയിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഭാഗ്യം, ആ പെൺകുട്ടി പരീക്ഷ എഴുതി ജയിച്ചു 8ാം പ്രാവശ്യം. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഉണങ്ങിയ അനുഭവങ്ങൾ, നിരാശ പറ്റിപ്പോയി, പ്രതീക്ഷകൾ നശിച്ചുപോയി. നല്ല ആശയുണ്ടായിരുന്നു, നല്ല ആഗ്രഹമുണ്ടായിരുന്നു, നല്ല മധുര കിനാക്കളുണ്ടായിരുന്നു, മധുര സ്വപ്നങ്ങളുണ്ടായിരുന്നു, എല്ലാം കരിഞ്ഞുണങ്ങി. പ്രതീക്ഷകളെല്ലാം, ജീവിതം പോയില്ലേ, തീർന്നില്ലേ എന്നാണ് ചിന്തിക്കുന്നത്. പ്രതീക്ഷകളെല്ലാം പോയി, എല്ലാ പ്രതീക്ഷകളും അറ്റുപോയി. ഇനി ഈ രോഗം മാറാൻ പോകുന്നുണ്ടോ? ഇത് തീരാൻ പോവുക. ഇത് രോഗം മാറുകയില്ല. പ്രതീക്ഷയേറ്റിരിക്കുകയാണ്. വരണ്ട ജീവിതങ്ങൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വരണ്ട ജീവിതത്തിൻ്റെ നനവ് തരാൻ കർത്താവായ യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. നിങ്ങളുടെ വരണ്ട ജീവിതത്തിൽ ആനന്ദം പകരാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉണങ്ങിപ്പോയ ജീവിതത്തിന് പുതുനാമ്പ് തരാൻ കർത്താവ് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങിപ്പോയി. അഹരോൻ വടിയുണ്ട്, അഹരോൻ്റെ വടി, ഉണങ്ങിയ കമ്പ, ഉണങ്ങിയ കമ്പ്. അത് കുറേ കമ്പുകൾ, ഗോത്രങ്ങളുടെ എണ്ണത്തിനൊത്തരം കമ്പുകളൊക്കെ വെച്ചു. തലേദിവസം വെച്ചതാണ് സന്ധ്യയ്ക്ക്. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ ഉണങ്ങിപ്പോയ ആ വടി തളിർത്തു വരുന്നു. എത്രയോ നാളായി ഉണങ്ങിക്കിടന്ന തടിയാണ്. ആ തടിയുണ്ട്, അത് തളിർത്ത് ഉണങ്ങിപ്പോയ തടിയിൽ നിന്ന് പുതിയ കൂമ്പ് വരുന്നു. അതിലിതാ പൂക്കൾ വിരിയുന്നു. എന്തൊരു അത്ഭുതം! ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സത്യമായും ഇതൊക്കെ സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. അഹരോൻ്റെ തളിർത്ത വടി പോലെ നിങ്ങളുടെ ജീവിതം തളിർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഉണങ്ങിപ്പോയ വടി തളിർത്തു വന്നതുപോലെ നിങ്ങളുടെ ജീവിതം തളിർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാമോ? എന്നാൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. രക്ഷകനായ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങൾ വിശ്വസിക്കാമോ? രക്ഷകനായ യേശുവിൻ്റെ അത്ഭുത കൃപയിൽ നിങ്ങൾ ആശ്രയിക്കാമോ? അവൻ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. താഴ്വരയിലെ അസ്ഥികളെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുകയായിരുന്നു. ഉണങ്ങിയ അസ്ഥികൾ. കമോൺ. പിന്നെ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഉടനെ ആത്മാവ് ചോദിച്ചു, കൂട്ടിക്കൊണ്ടുപോകുന്ന ആത്മാവ് ചോദിച്ചു, പരിശുദ്ധാത്മാവ് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒരു സാധ്യതയില്ലല്ലോ, അല്ലേ? എങ്ങനെയല്ലേ? ഒരു സാധ്യതയില്ലല്ലോ. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവേ, എനിക്കറിയാൻ വയ്യ. നീ അറിയുന്നുവല്ലോ. കർത്താവേ, നീ അറിയുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് നിങ്ങൾ പലരും ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ പറയും, ഇല്ല, സാധ്യതയില്ല, ഒരു സാധ്യതയില്ല, ഇനി ഒരു പ്രതീക്ഷയില്ല, തീർന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഉണങ്ങിയ അസ്ഥികൾ ചെറുകിടക്കുകയാണ്. കൈയിൻ്റെ വിരലുകളുടെ അസ്ഥികൾ പോലും ഉണങ്ങിക്കിടക്കുന്നു. അസ്ഥികൾ അത് അതിൻ്റെ ഇടയ്ക്ക് കാലിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കിടക്കുന്നു. ഇതെല്ലാം കൂടി കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ്. എങ്ങനെ ജീവിക്കാനാണ്? എല്ലാം കുഴഞ്ഞു പറഞ്ഞിരിക്കുന്നു. കൺഫ്യൂസ്ഡാണ്. എല്ലാം കുഴഞ്ഞു പറഞ്ഞ് കിടക്കുന്നു. ഖയോസ്. എല്ലാം പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷയ്ക്ക് വകയില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്നൊരു മനുഷ്യനാണ് ഞാൻ. പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നു. 10ാം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞ് ഒരേർക്കാളയുമായി, അന്ന് പാടത്ത് കൃഷി ഉണ്ടായിരുന്നുകൊണ്ട് ഒരേർക്കാളയുമായി വേലക്കാർ ഒരുമിച്ച് അങ്ങനെ ജീവിതം അങ്ങനെ തീർക്കാൻ പോവുകയായിരുന്നു. പ്രതീക്ഷകളൊന്നുമില്ല. ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, പ്രതീക്ഷയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ഞാൻ അനാഥനല്ലേ, അപ്പനില്ലാത്ത മോനല്ലേ, എനിക്ക് ആരുമില്ലല്ലോ. ചേട്ടനും മരിച്ചുപോയി. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ അപ്പം മരിച്ചു, 2 വയസ്സുള്ളപ്പോൾ ചേട്ടൻ മരിച്ചു. ഞാൻ അനാഥനല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എന്നും ഈ ഉണങ്ങിയവരുടെ ജീവിതം, എന്നും കണ്ണീര്, എന്നും കണ്ണീര്. ഒരിക്കൽ പോലും കരയാത്ത ദിവസങ്ങളില്ല. എപ്പോഴും അമ്മയുടെ കണ്ണുനീരാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാവം 30ാമത്തെ വയസ്സിൽ വിധവയായ എൻ്റെ പ്രിയപ്പെട്ട അമ്മ കരഞ്ഞ് നിലവിളിക്കുന്നതും നെഞ്ചത്തടിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം വേദനാകരമായിരുന്നു. ഉണങ്ങിപ്പോയ ജീവിതമായിരുന്നു. ഈ പ്രതീക്ഷയില്ലാത്ത ജീവിതമായിരുന്നു. എങ്ങനെ ഉണർന്നു? അത്ഭുതം. ആ കാലത്ത് 17ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടു. യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടു. വചനം കേട്ടപ്പോൾ ഉള്ളുണർന്നു. വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു.
വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതം എൻ്റെ മേൽ നടന്നു. എന്തൊരത്ഭുതം! ഏതോ ഒരു കുളിർമ കിട്ടി. പ്രശ്നങ്ങളൊന്നും മാറിയെന്നല്ല, ഏതോ ഒരു സമാധാനം കിട്ടി. പ്രശ്നങ്ങൾ മനസ്സിൽ തൊടാതായി. നിരാശ മാറി. അപകർഷതാബോധം മാറി. എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത മാറി. എനിക്ക് അപ്പനുണ്ടായെന്നുള്ള ചിന്ത വന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് നാഥനുണ്ടായെന്നുള്ള ചിന്ത വന്നു. എനിക്കൊരു ഉടമസ്ഥനുണ്ടായെന്നുള്ള ചിന്ത വന്നു. എനിക്ക് രക്ഷകർത്താവ് ഉണ്ടെന്നുള്ള ചിന്ത വന്നു. ഞാൻ ഏകാഗിയല്ല, ഞാൻ അനാഥനല്ല, ഞാൻ അഗതിയല്ല എന്ന ചിന്ത വന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ഉണങ്ങിയ അസ്ഥികളുടെ ഇടയിൽ കൂടി നടന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. പിന്നെ അതിനെ ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവേ, നിനക്കറിയാമല്ലോ, നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ചവയോട് പറയേണ്ടത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്ര, നിനക്ക് ഞാൻ തൊഴിൽ തരികയാണ്. നിനക്ക് ഞാൻ പ്രൊഫഷൻ തരികയാണ്. ഒരു ജോലി തരികയാണ്. നിൻ്റെ ജോലി നിനക്ക് ചെയ്യാൻ മടി തോന്നണ്ട. ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുന്നത് എങ്ങനെയാണ്? പക്ഷേ ഏസിയലിന് സംശയമില്ല, പറഞ്ഞവൻ നിവർത്തിച്ചു തരുമെന്നറിയാം. നീ അസ്ഥികളോട് പ്രവചിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെന്ന് നിങ്ങളുടെ വീടുകളിലുള്ളവരെയെല്ലാം ഓർത്തുകൊണ്ട് നിങ്ങൾ ഇരുന്നു കൊണ്ട് ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കണം. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങിയ അസ്ഥികളോട്, ഉണങ്ങി വരണ്ടുപോയി ഗർഭപാത്രങ്ങളോട് പ്രവചിക്കണം. സ്തോത്രം. മക്കളുണ്ടാവില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഇനി ഉണ്ടാവില്ല. ഉണങ്ങിയ ആ ഗർഭപാത്രത്തോട് നിങ്ങൾ പ്രവചിക്കണം. എന്ത് പ്രവചിക്കണം? വചനം പറയണം. സ്തോത്രം. ആൾ കേൾക്കണ്ട, ആ പെൺകുട്ടി കേൾക്കണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിരുന്ന് പ്രവചിക്കണം. സ്തോത്രം. ഹല്ലേലൂയ, ദൈവമേ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വീട്ടിൽ ചെന്നിരുന്ന് നിങ്ങളുടെ കടത്തിൻ്റെ ഭാരം ഓർത്തിട്ട് ആ കടഭാരത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് പ്രവചിക്കണം. എന്താണ് പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ തീ കത്തിക്കൊണ്ട്, ആത്മാവിന് തീ കത്തിക്കൊണ്ട് വചനം പറയണം, വചനം കൊടുക്കണം. അവിടെ വചനം കേട്ട് അസ്ഥികൾ ഉണരും. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കണം. അസ്ഥികളോട് പ്രവചിക്കുക എന്നാണ് പറഞ്ഞത്. ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുക. സ്തോത്രം. നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ചവയോട് പറയേണ്ടത്. അസ്ഥികളെക്കുറിച്ച് നീ പ്രവചിച്ച് അസ്ഥികളോട് നീ പറയേണ്ടത്. പ്രവാചകന് അത്ഭുതം തോന്നുന്നു. ഈ ഉണങ്ങിയ അസ്ഥികൾ എങ്ങനെ കേൾക്കാനാണ്? എന്താണ് ഈ പറയുന്നത്? ദൈവം പറയുന്നത് നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ അനുസരിച്ചാൽ മതി. നീ ഈ ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിക്കുക. അസ്ഥികളുടെ ഇടയിലേക്ക് ചെന്ന് അവയോട് നീ പ്രവചിക്കുക. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങിയ അസ്ഥികൾക്ക് ചെവിയുണ്ടോ, കാതുണ്ടോ? പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ അസ്ഥികളോട് പ്രവചിക്കുക എന്ന് പറയുന്നു. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട്, ഉണങ്ങിയ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. സ്തോത്രം. ദൈവം പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഉണങ്ങിക്കിടക്കുകയല്ലേ, നീ ഇപ്പോൾ ഉണങ്ങിയിരിക്കുകയല്ലേ, എന്നാൽ നിങ്ങളെ ഞാൻ ജീവിപ്പിക്കും. നിങ്ങൾക്കിനിയും പച്ച ശരീരമായി മാറാൻ പറ്റും. നിങ്ങൾക്ക് ജീവൻ കിട്ടും. നിങ്ങൾ ഉണരും. ഈ അസ്ഥികൾ ഉണരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ശ്വാസം വരുത്തും. സ്തോത്രം. ആ ശ്വാസം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ഏത് മഹാമേരു പോലുള്ള പർവ്വതങ്ങളും തകർന്നു പോകും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മഹാത്ഭുതങ്ങൾ നടക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിൽ കാര്യങ്ങളെല്ലാം നേരെ പോയിക്കൊണ്ടിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ നിങ്ങൾ കാണുക. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ കാണുക. ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങൾ കാണുക. ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുക. വചനം കേൾക്കുക. അസ്ഥികളെ നിങ്ങൾ വചനം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥികളെ നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പീൻ. ആരംഭം അതാണ്. വചനം കേൾക്കുക. ജീവൻ്റെ വചനം കേൾക്കുക. നിങ്ങൾ ഇന്ന് ഈ കേൾക്കുന്ന വചനം തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ നമുക്ക് ടി വിയിലെ പ്രോഗ്രാം ഉണ്ടല്ലോ. എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ കേൾക്കുക. ഒരു ദിവസം തന്നെ പവർ സ്റ്റേഷൻ ചാനലിൽ 3 പ്രസംഗം ഉണ്ടല്ലോ. രാവിലെ 5:30-ക്കും ഉച്ചയ്ക്ക് 1:30-ക്കും രാത്രി 8:30-ക്കും. നിങ്ങൾ കേൾക്കുക. പ്രസംഗം കേൾക്കുക. വചനം കേൾക്കുക. നമുക്ക് പുസ്തകങ്ങളുണ്ടല്ലോ. നിങ്ങൾ പുസ്തകം വായിക്കുക. വചനം, ജീവൻ്റെ വചനമുള്ള പുസ്തകങ്ങൾ വായിക്കുക. കർത്താവിന് സ്തോത്രം. നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വേദപുസ്തകം വായിക്കുക. ബൈബിൾ വായിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ കാതോർത്തിരിക്കുക. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. സ്തോത്രം. ഞാൻ വിനയത്തോട് ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടോ? മന്ദസ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കാതുകളിൽ കേൾക്കും. ഈ കാതുകളിൽ കേൾക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം വരുമ്പോൾ എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്കത് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും.
അദ്ദേഹത്തെ കാണുകയില്ല. പക്ഷേ ആ മന്ദമായ സ്വരം, ആ സ്നേഹോഷ്മളമായ സ്വരം, ആ മധുരസ്വരം നിങ്ങൾ കേൾക്കാൻ കഴിയും. നിങ്ങളുടെ കാതുകളിലെല്ലാം അവൻ പറഞ്ഞു തരും. സ്തോത്രം. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ല നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കാം, അല്ല നിങ്ങൾ ഉറക്കത്തിലായിരിക്കാം. നിങ്ങൾ വിളിച്ചുണർത്തിയിട്ട് ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾക്ക് തരും. ഈ സ്വരം നിങ്ങൾ കേൾക്കണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം, വചനം കേൾക്കണം. വചനം ദൈവത്തിന് സ്തോത്രം. കെട്ടുകഥ പോലെയും കേട്ടുകൊണ്ട് പോകരുത്. സത്യമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ചെറുത് ആഗ്രഹിക്കരുത്. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വൻ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വർക്ക് ഫോർ ഗ്രേറ്റ് തിങ്സ്. വൻ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആൻഡ് പ്രേ ആൻഡ് പ്രേ ആൻഡ് പ്രേ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എവർമോർ, എപ്പോഴും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആർ.എ. ടോറി വളരെ കുഴഞ്ഞൊരു മനുഷ്യനായിരുന്നു. വളരെ കൊള്ളാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ ദൈവവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കൂടില്ല. അവൻ പോകും, വീട്ടിൽ വേറെ മുറിയിലും കയറിയിരിക്കും. അവൻ്റെ അമ്മ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. പാവം, വിധവയായ സ്ത്രീ, ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. നിരന്തരം മോന് വേണ്ടിയും പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് ദൈവത്തോട് ബന്ധമുണ്ടായിരുന്നു, പ്രാർത്ഥിക്കും. പക്ഷേ ഇവനെ അത് സഹിക്കില്ല. അവൻ ഒരു സഹനോട് അമ്മയോട് പറഞ്ഞു, എനിക്ക് മടുത്തു, അമ്മയുടെ പ്രാർത്ഥനയും ഇതെല്ലാം എനിക്ക് മടുത്തു, എന്നെ കൊണ്ട് വയ്യ, ഞാൻ വീടോട്ട് പോവുക. അവനെ നീ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞോ? ഞാൻ ഇനി വേണ്ട, ഞാൻ ഇനി ഈ വീട്ടിലില്ല, ഈ വേദാന്തൊന്നും എനിക്ക് കേൾക്കണ്ട. സ്തോത്രം. അവൻ വീടോട്ട് പോയി. കുറേ നാൾ പട്ടണ പരിഷ്കാരത്തിന് മൊഴിയൊക്കെ ജീവിച്ചു, വേണ്ടാതിനങ്ങളിലൊക്കെ ജീവിച്ചു. പിന്നീട് അവൻ എന്തുകൊണ്ടൊരു നിരാശ വന്നു കൂടി. നിരാശ എന്തെല്ലാമോ കാരണം നിരാശയാണ്. ഒരു സ്വസ്ഥത കിട്ടില്ല, സ്വസ്ഥതയില്ല, മനസ്സിന് നിരാശ, ആകെ നിരാശ. ഞാൻ എന്തിനു ജീവിക്കണം, ചത്തുപോയേക്കാം. അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് അവൻ്റെ ഉള്ളിൽ ഞെരിഞ്ഞങ്ങ് വല്ലാതെ നീറിപ്പുകഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ഓർത്തു, അല്ല, ഞാൻ ചാകുന്നതിന് മുമ്പ് അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മോനെ, നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങൾ നിനക്ക് വരുമ്പോൾ നീ എൻ്റെ അമ്മയുടെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് നീ പറയണം. അങ്ങനെ അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. ഇവനാ മനസ്സിൻ്റെ ആ നിരാശയുടെ ഭീകരതയിൽ അവൻ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല, അമ്മ പറഞ്ഞ ആ വാക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. അവൻ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ ദൈവമേ ഇപ്പോൾ രക്ഷിക്കണമേ, എൻ്റെ അമ്മയുടെ ദൈവമേ ഇപ്പോൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. വേറെ ഒന്നും കേട്ടില്ല. എൻ്റെ അമ്മയുടെ ദൈവമേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു, അവൻ കരഞ്ഞു, അവൻ തിരിച്ചു വന്നു. അവൻ തിരികെ വന്ന് അമ്മയുടെ കൂടെ വന്ന് താമസമായി. അവനാണ് സുപ്രസിദ്ധ സുവിശേഷനായ ആർ.എ. ടോറി. സ്തോത്രം. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. എന്തൊരു ചേഞ്ചാവുന്നത്. അമ്മയുടെ പ്രാർത്ഥന മോനെ രൂപാന്തരപ്പെടുത്തി. അമ്മയുടെ പ്രാർത്ഥന. സെൻ്റ് അഗസ്റ്റിനായത് എങ്ങനെയാണ്? മഹാദ്രോഹിയും ദുർനടപ്പുകാരനായ സെൻ്റ് അഗസ്റ്റിനായത് എങ്ങനെയാണ്? ഒരമ്മയുടെ പ്രാർത്ഥന. അമ്മയുടെ കണ്ണുനീര്. അമ്മ പ്രാർത്ഥിച്ചു മോന് വേണ്ടി. ഒരു കൊള്ളാത്ത സ്ത്രീയിൽ ഒരു കുഞ്ഞ് ജനിക്കത്തക്കവണ്ണം അത്രമാത്രം അപകടത്തിലേക്ക്, അനർത്ഥത്തിലേക്ക്, അശുദ്ധിയിലേക്ക് പോയ ആ ചെറുപ്പക്കാരൻ, അവൻ മാനസാന്തരപ്പെടാൻ കാരണം അവൻ്റെ അമ്മയുടെ നിലവിളിയാണ്, കണ്ണുനീരാണ്. സ്തോത്രം. ജീവനുള്ള ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കുക. യഹോവയുടെ വചനം കേൾക്കുക. ഉണങ്ങിയ അസ്ഥികളെ നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പീൻ. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ അവിടെ ഇരുന്നുകൊണ്ട് പറയണം, കർത്താവേ, നിൻ്റെ കൈ എന്നെ ഒന്ന് പിടിച്ചുകൊള്ളണമേ, നിൻ്റെ ആത്മാവിൻ്റെ മേലൊന്ന് വരണമേ, നിൻ്റെ പരിശുദ്ധാത്മാ തീ എൻ്റെ തലമേലൊന്ന് ഇറങ്ങണമേ. കർത്താവേ, എൻ്റെ തിന്മകളൊന്നും നീ ഓർക്കല്ലേ, എൻ്റെ ജീവിതത്തിൽ ഒന്നും പോയി പാകപ്പോഴൊന്നും നീ ഓർക്കല്ലേ. അതിന് ഞാൻ വേദനിപ്പിച്ച് പോയതൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ. തെറ്റുകളും അനേകം അശുദ്ധമായ കാര്യങ്ങളും എല്ലാം ജീവിതത്തിൽ വന്നുപോയില്ലേ കർത്താവേ? വന്നുപോയല്ലോ. ദ്രവ്യാഗ്രഹവും സ്വാർത്ഥതയും അഹങ്കാരവും എല്ലാം വന്നുപോയല്ലോ. പൊങ്ങച്ചവും നികളവും എല്ലാം വന്നുപോയല്ലോ കർത്താവേ. അസൂയയും പകയും വിദ്വേഷവും എല്ലാം വന്നുപോയല്ലോ കർത്താവേ. ഇതെല്ലാമുള്ള ഈ ആളത്വം ഇപ്പോൾ ഇതാ ഞാൻ തിരുവൻഭാഗത്ത് താഴ്ത്തുന്നു, ഞാൻ തിരുവൻഭാഗത്ത് താഴ്ത്തി വയ്ക്കുന്നു. കർത്താവേ, നിൻ്റെ കരവെന്നെ തൊടണമേ,
പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. യേശുവെ, ഇപ്പോൾ തന്നെ യേശുവേ, നിൻ്റെ കരവിനെ തൊടണമേ. എൻ്റെ തലമേൽ തൃക്കരം വെക്കണമേ. ആ തൃക്കരത്തിൽ നിന്ന് തുളിച്ചു വരുന്നതായ തിരക്തം എൻ്റെ ശരീരത്തിൽ പതിയുന്നു. ഒപ്പം അതെൻ്റെ ചങ്കിലേക്ക് കടക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ഹൃദയത്തിൽ നിന്ന് നിൻ്റെ തിരക്തം എൻ്റെ ശരീരത്തിലൂടെ പാഞ്ഞ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിക്കുന്നു. കർത്താവേ, അങ്ങനെ നിൻ്റെ രക്തത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. നിൻ്റെ തിരക്തത്താൽ എന്നെ കഴുകണമേ. നിൻ്റെ തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. ഇപ്പോൾ എൻ്റെ മേലുള്ള ശാപദോഷങ്ങൾ മാറ്റണമേ. എൻ്റെ മേലുള്ളതായ സകല ദുർബാധകൾ മാറ്റണമേ. എൻ്റെ മേലുള്ള സകല പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ. യേശുവേ, നിൻ്റെ തൃക്കരം എൻ്റെ മേൽ വയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, തൃക്കരം എൻ്റെ മേൽ വയ്ക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ, യേശുവേ, ദാദാ, ഇന്ന് തൃക്കരം എൻ്റെ മേൽ വെച്ചാൽ ഇനി മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഉറപ്പാണ് കർത്താവേ, ഞാൻ ഇതാ എന്നെ നിനക്ക് തരുന്നു. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സുദിനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസം കരുതിയതിനായി സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് സ്വർഗീയ കാറ്റായി എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് സ്വർഗീയ തീയായി എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. യേശുവേ, നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകർന്നതിനായി സ്തോത്രം. തീരുമാനമെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ജീവൻ നൽകിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചയക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.